നമ്മൾ ഈ ലോകത്ത് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് കർമ്മങ്ങൾ ചെയ്താലും അതിനകത്ത് 3 ഘടകങ്ങളുണ്ടാവും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ് ആ 3 ഘടകങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കാലം, 2 ദേശം, 3 നിമിത്തം. അപ്പോൾ ഏത് കർമ്മത്തിനും കാലം, ദേശം, നിമിത്തം ഉണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഉച്ചയ്ക്ക് നല്ലവണ്ണം വിശന്നപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചു. ഇതൊരു പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ചിന്തിക്കുക. ഉച്ചയ്ക്ക് നല്ലവണ്ണം വിശന്നപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇതിൽ കാലം ഏതാണ്? ഉച്ചസമയം. ദേശം ഏതാണ്? സുഹൃത്തിൻ്റെ വീട്. നിമിത്തം എന്താണ്? വിശപ്പ്. ഈ 3 ഘടകങ്ങൾ അതിനകത്ത് വന്നു. അപ്പോൾ ഉച്ചസമയം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്തു, വിശപ്പ് നമുക്ക് ഫീൽ ചെയ്തു, സുഹൃത്തിൻ്റെ വീട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഉള്ളതായിരിക്കെ, നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം മായയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള മെയിൻ കണ്ടൻ്റായിട്ടുള്ള കാലം, ദേശം, നിമിത്തം, ഈ 3 സാധനവും മായയാണ് എന്ന് യുക്തിയാൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ ഇത് 3ഉം ചേർന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മൾക്ക് മായയാണെന്ന് യുക്തി കൊണ്ടെങ്കിലും അനുഭവപ്പെടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഉച്ചസമയം നല്ലോണം വിശന്നത് കാരണം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലെ കാലവും ദേശവും നിമിത്തവും തോന്നലാണ് എന്ന്, യാഥാർത്ഥ്യമല്ല, അതൊരു തോന്നലാണ് എന്ന് ബോധ്യപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇതിലുള്ള പറഞ്ഞത് കാലം ഏതാണ്? ഉച്ചസമയം എന്ന് പറഞ്ഞു. അതിനെ കാലം ഒരു തോന്നലാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത് ഉച്ചസമയം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ഉച്ചസമയം എന്ന് പറഞ്ഞത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉച്ച എന്ന് പറയുന്നത് സമയം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഉച്ച സമയത്ത് ഒരു വലിയൊരു ഉൽക്ക ഭൂമിയിലോട്ട് വന്ന് പതിച്ച് എല്ലാവരും എന്താ പറയുക, വിഷ്ണുപാദം പൂകി എന്ന് വിചാരിക്കുക എല്ലാവരും. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാവരും മരണപ്പെട്ടു. ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എല്ലാ ആത്മാക്കളും ഈശ്വരൻ്റെ അടുക്കിലേക്ക് പോയി എന്ന് വെറുതെ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുക. വെറുതെ എന്നുള്ള വാക്ക് ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഈശ്വരൻ ചോദിക്കും ഓരോ വ്യക്തിയുടെ അടുത്തും, ഉൾക്കൊന്ന് വീണ് അങ്ങനെ മരണം സംഭവിച്ചു അല്ലേ, അങ്ങനെയാണ് നിങ്ങളിവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും പറയും അതെ അതെ എന്ന് പറയും. അപ്പോൾ ഇന്ത്യക്കാരുടെ അടുത്ത് ചോദിക്കും എപ്പോഴാണ് ആ ഉൽക്ക വീണത് എന്ന് ചോദിക്കുമ്പം പറയും ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോയപ്പോഴാണ് ഉൽക്ക വീണത്, അങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ മരിച്ചത്. ഒരു അമേരിക്കക്കാരോട് ചോദിക്കും എപ്പോഴാണ് ഉൽക്ക വീണത്, അപ്പോൾ പറയും ഞാൻ അറിഞ്ഞതേ ഇല്ല, ഞാൻ അർദ്ധരാത്രി നല്ല ഉറക്കത്തിലായിരുന്നു, അങ്ങനെയാണ് ഞാൻ മരിച്ചത്, ഞാൻ മരിച്ചതുപോലെ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഈ ഭൂമിയിലുള്ള പല സ്ഥലത്ത് പല
ഇടങ്ങളിൽ ജീവിക്കുന്നവർ എല്ലാവരും പറഞ്ഞ സമയം പല സമയമാണ്. പക്ഷെ ഉൾക്ക വന്ന് വീണതോ ഏതോ ഒരു സമയം. അപ്പോഴെന്ത് പറയും? ഈശ്വരൻ്റെ വാച്ച് എടുത്ത് നോക്കും, എന്താ പറയും, ഉൾക്ക വീണത് ഈ സമയത്താണെന്ന് പറയും. അപ്പോൾ പ്രാപഞ്ചികമായിട്ടുള്ള സത്യം, മറ്റതെല്ലാം എന്താണ്? പ്രാദേശികമായിട്ടുള്ളൊരു സത്യം. അപ്പം പ്രാദേശികമായി നമ്മൾ എന്ത് കാണുന്നതും അതെല്ലാം ഒരു തോന്നലാണ്. അങ്ങനെ നമ്മൾ ഇതിനെ ഉള്ളിലോട്ട് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് കാലം തോന്നലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിനെ നമ്മൾ ഫോണിൽ കൂടി ബന്ധപ്പെടുമ്പോൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് രണ്ടുപേർക്കും രണ്ട് കാലത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും അവർ സംസാരിക്കുന്നത്. ഒരാൾ രാത്രിയുടെ ചീവിടി ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി കേട്ട് ആ രാത്രിയുടെ അനുഭവത്തിൽ കൂടി ആ ഒരു കാര്യത്തെ സംസാരിക്കുന്നു. മറ്റൊരാൾ ചിലപ്പോൾ അവൻ്റെ രാജ്യത്ത് അത് ഉച്ച സമയത്തായിരിക്കും, സൂര്യൻ്റെ ചൂടും വേർത്തും ഒലിച്ചുമായിരിക്കും അവൻ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം കാലം, ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒന്നാണെങ്കിലും രണ്ടുപേരുടെയും കാലത്തിൻ്റെ അനുഭവം രണ്ട് രീതിയിലാണ് അവർക്കുണ്ടാവുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, ഈ പല വിദേശ രാജ്യങ്ങളിലും നമ്മളെ ധ്യാന സെൻറ്ററിൽ ഉള്ള പല സാധകരും പുറത്ത് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ന്യൂസിലാൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില സാധകർ, അവിടെ അശ്വതി, അരവിന്ദും ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ നാട്ടിൽ സൂര്യൻ ചില മാസങ്ങളിൽ വളരെ ലേറ്റായിട്ടായിരിക്കും അസ്തമിക്കുന്നത്. അതായത് രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അതേസമയം പകലോ വളരെ താമസിച്ച്, അതും വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ രാത്രിയുടെ സൂര്യൻ്റെ അസ്തമയവും ഉദയവും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോഴിങ്ങനെ ഈ ഓരോ മാസങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോഴെന്താണ്, ഈ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്കല്ല അവരുടെ കർമ്മങ്ങൾ അത് അങ്ങനെ തുടരുകയും വേണം. അപ്പോഴെന്ത് ചെയ്യും? അവിടുത്തെ ഗവൺമെൻറ് തന്നെ പറയും 1 മണിക്കൂറും 1.5 മണിക്കൂറും എല്ലാ ക്ലോക്കിനെയും മുന്നോട്ടാക്കാം. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? ആ മുന്നോട്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ സമയം ഇതാണ് എന്ന് അവരങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ ആ പർട്ടിക്കുലർ മന്ത് കഴിയുമ്പോഴോ വീണ്ടും അവിടുത്തെ ഗവൺമെൻറ് പറയും എല്ലാവരും അവരുടെ ക്ലോക്ക് പിന്നിലോട്ടാക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു കാലം എന്ന് പറയുന്നത് ഒരു തോന്നലിൽ വിശ്വസിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രാദേശികതയും പ്രാപഞ്ചികതയും, ഇതിന് 2 കാലഗണന ഉണ്ട്, 2 സമയം ആണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ പ്രാദേശികതയായിട്ട് നമ്മളെല്ലാവരും അത് ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിച്ച് അതങ്ങനെ പോകുന്നു. ഇനി നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ദേശം, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഉച്ച സമയത്ത് വിശന്നത് കാരണം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ദേശം എന്നുള്ളൊരർത്ഥത്തിലെടുക്കാം. അപ്പോൾ ദേശം ഒരു തോന്നലാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നു എറണാകുളം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറയും? തിരുവനന്തപുരത്തുള്ള ആൾക്കാർ പറയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ എറണാകുളം എത്തുമെന്ന് പറയും. ഇനി ഗുരുവായൂർ ഭാഗത്തുള്ളവരടുത്ത് ചോദിക്കുന്നു എറണാകുളം എവിടെയാണെന്ന് ചോദിച്ചാലോ കിഴക്കോട്ട് യാത്ര ചെയ്താൽ എറണാകുളത്ത് എത്തുമെന്ന് പറയും. അപ്പോൾ എറണാകുളത്ത് തന്നെയാണ് ഇരിക്കുന്നത്.
പക്ഷെ ഉള്ള ആൾക്കാർക്കാണ് അത് പടിഞ്ഞാറാണ് എന്നും, എന്നാൽ ഗുരുവായൂരൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇത് കിഴക്കോട്ടാണ് എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ ഓരോരുത്തരും നിൽക്കുന്ന ഇടത്തിൽ നിന്നാണ് ഒന്ന് വേറൊന്ന് കിഴക്കാവുന്നതും പടിഞ്ഞാറാവുന്നതും. അതായത് എയും ബിയും സിയും. അപ്പം ബി ഒരാളുടെ വലതാണ്, അതേസമയം മറ്റൊരാളുടെ ഇടതുമാണ്. അപ്പോൾ ബിയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നവർക്കാണ് മറ്റേ ആൾ ഇടതാവുന്നതും മറ്റേ ആൾ വലുതാവുന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതേപോലെ തന്നെയാണ് ഈ ദേശത്തെ നമ്മൾ ചെയ്യുന്നത്. ഈ ഓരോ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ പെർസെപ്ഷനിൽ നിന്ന് നമ്മുടേതായിട്ടുള്ളൊരു വ്യൂവിൽ നിന്നാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് നമ്മളത് യാഥാർത്ഥ്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കും. വീണ്ടും അതേ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരാം. ഉച്ച സമയം വിശന്നത് കാരണം സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പം ഭക്ഷണം കഴിക്കാനുള്ള നിമിത്തം എന്താണ്? വിശപ്പ്. നമുക്ക് നല്ലവണ്ണം വിശക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കോള് വന്നു, വേണ്ടപ്പെട്ട ഒരാൾ ബുദ്ധിമുട്ട് അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയുടെ അടുത്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. വിശപ്പ് എന്ന് പറയുന്ന ഒരു തോന്നലേ നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഈ നാച്ചുറോപ്പതി ചികിത്സയിലൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും, 10 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും, ഇവിടെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, വിശക്കാറില്ല. അതേസമയം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തോ 3 നേരവും വിശക്കും, 3 നേരവും ഭക്ഷണം കഴിക്കും. അപ്പം പലതും തോന്നലാണ്. ഈ പറഞ്ഞ ഉദാഹരണം വെച്ച് കാലവും ദേശവും നിമിത്തവും തോന്നലാണ് എന്ന് നമ്മുടെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിലനിൽക്കുന്നതെന്നും, പ്രാദേശിക സത്യമല്ല പ്രാപഞ്ചിക സത്യം എന്നുള്ള ഒരു ബോധം വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അത് അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നതിന് മാത്രമേ ആചാര്യന്മാർ പറയുന്ന എല്ലാം മായയാണ് എന്ന് പറയുന്ന ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ.